പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സിന്റെ 4th ചാപ്റ്റർ ആയിട്ടുള്ള റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനിലെ പേജ് നമ്പർ 56ൽ കിടക്കുന്ന പവേഴ്സ് ഓഫ് ഡെസിമൽ. ഡെസിമൽസിന്റെ പവറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ പവേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രാക്ഷന്റെ പവേഴ്സിനെ പറ്റി പറഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെസിമലിന്റെ പവേഴ്സിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 56ല് what is 1.2 the whole square എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് എഴുതേണ്ടത്? 1.2 into 1.2 ചെയ്യുക. ഓക്കെ, സ്ക്വയർ വന്നു കഴിഞ്ഞാൽ എന്താണ്? 2 പ്രാവശ്യം 1.2നെ മൾട്ടിപ്ലൈ ചെയ്യാനാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ എഴുതുക. അതിനുശേഷം ഈ പോയിന്റ് മാറ്റിയതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 12 into 12 ചെയ്യുക. 2 into 2 4, 1 into 2 2, 1 into 2 2, 1 into 1 1, 4 2 plus 2 4 1, 144 കിട്ടും. ഇനിയാണ് നമ്മൾ ആൻസറിലേക്ക് വരുമ്പോഴത്തേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പോയിന്റിന് ശേഷം എത്ര സംഖ്യകളാണുള്ളത്? ഇവിടെ ഒരു സംഖ്യയുണ്ട്, ഇവിടെയും ഒരു സംഖ്യയുണ്ട്. ടോട്ടൽ അപ്പോൾ എത്ര സംഖ്യകളുണ്ട്? 2 സംഖ്യകളാണ്. 1 + 1 2. അപ്പോൾ പോയിന്റിന് ശേഷം 2 സംഖ്യകൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി, ഇവിടെ നിന്ന് റൈറ്റിലോട്ട് മാറ്റി 2 സ്ഥാനം മാറ്റി കുത്തിടുക. ഓക്കെ, അപ്പോൾ വലതുവശത്തു നിന്ന് വേണം നോക്കാനായിട്ട്. 2 സ്ഥാനം മാറ്റി കുത്തിട്ട് കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടും? 1.44. അപ്പോൾ 1.2 into 1.2 എത്രയാണ് ആൻസർ? 1.44. അതായത് 1.2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 1.44. ഓക്കെ, ഇനി ഇതുപോലെയുള്ള കുറച്ച് കണക്കുകൾ നമുക്ക് ചെയ്ത് നോക്കാം. എന്ന് പറയുന്നത് 1.5 the whole cube. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി? 1.5 into 3 പ്രാവശ്യം. ഇവിടെ മേളിൽ വരുന്ന എത്രയാണ് സംഖ്യ അത്രയും തവണ ഈ സംഖ്യ എഴുതി ഗുണിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പവർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 1.5 into 1.5 into 1.5. 3 പ്രാവശ്യം 1.5നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതിന് ഇനി എന്താ ചെയ്യേണ്ടത്? ഈ പോയിന്റ് മാറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. 15 into 15, 5 into 5 25, 2 മാറ്റി എഴുതി. 1 into 5 5, 5 plus 2 7, 1 into 5 5, 1 into 1 1, 5 12, 2 എഴുതി. 200 1 plus 1 2, 225 കിട്ടി. ഇനിയും വീണ്ടും എന്ത് ചെയ്യണം? 225നെ 15 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 5 into 5 25, 5 എഴുതി. 2 മാറ്റി എഴുതി. 2 into 5 എത്രയാണ്? 10, 10 plus 2 12, 1 എഴുതി. 2 into 5 10, 10 plus 1 11. 1 into 5 5, 1 into 2 2, 1 into 2 2, 5 5 plus 2 7, 1 plus 2 3, 1 plus 2 3, 3375 എന്നുള്ള ആൻസർ കിട്ടി. 3375. ഇനിയാണ് ഇവിടെ നമ്മൾ നോക്കട്ടെ. പോയിന്റിന് ശേഷം എത്ര നമ്പർ ആണുള്ളത്? 1 2 3 അല്ലെ? പോയിന്റിന് ശേഷം 0.5 0.5 0.5 3 0.5 വന്നില്ലേ? അപ്പോൾ 3 സ്ഥാനം മാറ്റി നമ്മൾ കുത്തിടണം. എവിടെയാണ്? ഇവിടെ അല്ലേ? 1 2 3. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 3.375. ആൻസർ എത്രയാണ്? 3.375. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0.2 raised to 4. അപ്പൊ എങ്ങനെ എഴുതുന്നത്? 0.2 into 0.2 into 0.2 into 0.2. 2ന്റെ ടേബിൾ നമുക്ക് പെട്ടെന്ന് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. 2 into 2 4, 4 into 2 8, 8 into 2 16. 16 എഴുതി. ഇനി ഇവിടെ നോക്കുക. 1 2 3 4 സ്ഥാനമുണ്ട് അല്ലേ? പക്ഷെ ഇവിടെ 2 നമ്പേഴ്സ് എല്ലാം നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? 2 ഡിജിറ്റ് ആൻസർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 4 സ്ഥാനം മാറ്റി പോയിന്റ് ഇടാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിന് ഫ്രണ്ടിലായിട്ട് 2 സീറോയും കൂടെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 0.0016 എന്ന് കിട്ടും. ഓക്കെ, 16.00 എന്നല്ല എഴുതേണ്ടത്, 0.0016 എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ഈ 0.2 raised to 4നെ വേറൊരു രീതിയിലൂടെ നമുക്ക് എഴുതാം. 2/10 raised to 4. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2/10 into 2/10 into 2/10 into 2/10 അല്ലേ?
അപ്പോൾ 2 × 2 × 2 എത്ര വരും? 16 വരും. 16 ഇവിടെ എത്ര സീറോ ആണുള്ളത്? 1 2 3 4 അല്ലേ? ആ 4 സീറോയും കൂടെ 1 3 4. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 16 / 10,000 എത്ര സീറോ ഉണ്ടോ അത്രയും സ്ഥാനം മാറ്റി ഡെസിമൽ ഇട്ട് കൊടുത്താൽ മതി ഡിവിഷനിൽ. ഓക്കെ, അപ്പോൾ 16 എഴുതിയിട്ട് ബാക്കി ഇങ്ങോട്ട് പോയിന്റ് ഇടാൻ. ഇവിടെ എത്ര സീറോ ആണുള്ളത്? 4 സീറോ ആണുള്ളത്. ആ 4 സ്ഥാനം മാറ്റി പോയിന്റ് ഇടാനായിട്ട് എന്ത് ചെയ്യണം? 0 0 2 എന്നിട്ട് പോയിന്റ് ഇടുക. ഇപ്പൊ 4 സ്ഥാനമായല്ലോ. അപ്പൊ 4 പ്ലേസ് കറക്റ്റ് ചെയ്തിട്ട് വേണം ഇത് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കാൻ. കാരണം എന്താണ്? ഇത് 0.2 ആണ്. ഓക്കെ, ഒന്നുകിൽ ആദ്യം പറഞ്ഞ മെത്തേഡ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ചെയ്യാം. ഏത് മെത്തേഡ് ആണെങ്കിലും ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0.3 അതായത് 0.3യുടെ ക്യൂബ് എങ്ങനെയാണ് കാണുന്നത്? 0.3 × 0.3 × 0.3 3 × 3 9 9 × 3 27. ഇവിടെ എത്ര സ്ഥാനം മാറ്റിയാണ് കുത്തരേണ്ടത്? 3 സ്ഥാനം മാറ്റിയാണ് ഡെസിമൽ പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് 1 2 3 ഇവിടെ 2 നമ്പേഴ്സേ ഉള്ളൂ. ഇപ്പുറത്തോട്ട് ഫ്രണ്ടിലായിട്ട് ഒരു സീറോയും കൂടെ കൊടുത്ത് പോയിന്റ് ഇടുക. അപ്പോൾ 0.027 ആണ് 0.3 ക്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 ക്യൂബ് ആയിരുന്നെങ്കിലോ 3ന്റെ ക്യൂബ് ആണെങ്കിൽ എത്രയാണ്? 27 മാത്രം എഴുതിയാൽ മതി നമുക്ക് അല്ലേ? ആൻസർ എത്രയാണ്? 3ന്റെ ക്യൂബ് 27 ആണ്. 0.3യുടെ ക്യൂബ് 0.027. 12 cube equals 1728. Find out 1.2 cube and 0.12 cube. നമുക്കിത് ഈ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതൊന്നും ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താം. ഓക്കെ, 12ന്റെ ക്യൂബ് എത്രയാണ്? 1728. 1.2ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? 1728 എഴുതിയിട്ട് ഇവിടെ 0.2 ക്യൂബ് അല്ല 1.2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റിന് ശേഷം എത്ര നമ്പേഴ്സ് ആണുള്ളത്? 1.2 × 1.2 × 1.2 × 1.2 എന്നല്ലേ പറയുന്നത് 1.2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പോയിന്റിന് ശേഷം 1 2 3, അതായത് ഈ ക്യൂബ് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ചാൽ എത്ര പോയിന്റിന് ശേഷം എത്ര ഇത് കാണും? ഒരു സംഖ്യ എഴുതിയിട്ടുള്ളൂ, അത് 3 പ്രാവശ്യമായിരിക്കും. ഓക്കെ, അപ്പോൾ 3 സ്ഥാനം മാറ്റി വേണം നമ്മൾ ഡെസിമൽ പോയിന്റ് ഇടാൻ. 1 2 3. ആൻസർ അപ്പോൾ എത്രയായിരിക്കും? 1.728. ഓക്കെ, 1.2ന്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 1.728. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതാണ് കണ്ടെത്താൻ പറഞ്ഞത്? 0.12ന്റെ ക്യൂബ്. ഓക്കെ, അതും ആൻസർ ആദ്യം എഴുതുക. 1728. ഇവിടെ പോയിന്റിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ട്? 2. ഇതുപോലെ തന്നെ 0.12 × 0.12 × 0.12 ആണല്ലോ 0.12 ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ പോയിന്റിന് ശേഷം എത്ര സംഖ്യകൾ വരുന്നുണ്ട്? 2 4 6 സംഖ്യകൾ വരുന്നുണ്ട്. ഇവിടെ 4 സംഖ്യയേ ഉള്ളൂ. അത് കാരണം നമ്മൾ 2 സീറോയും കൂടെ പോയിന്റിന് ഫ്രണ്ടിലായിട്ട് പോയിന്റിന്റെ പുറകെ എത്ര സീറോയും കൂടെ കൊടുക്കണം? 2 സീറോയും കൂടെ കൊടുക്കുക. അപ്പം എത്രയാണ്? 0.001728 ആയിരിക്കും എന്തിന്റെ ആൻസർ എന്ന് പറയുന്നത്? 0.12ന്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 0.001728. ഇതെങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ. കാരണം ഇവിടെ പോയിന്റിന് ശേഷം ഒരു സംഖ്യയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് വരുന്നത്? പോയിന്റിന് ശേഷം ഒരു സംഖ്യ തന്നെ ആൻസറിലും വരത്തുള്ളൂ. പോയിന്റിന് ശേഷം 2 എണ്ണം വന്നാലോ അത് പോയിന്റിന് ശേഷം 2 ആൻസർ ഇട്ട് കൊടുക്കുക. ഓക്കെ, 2 സ്ഥാനം മാറ്റി എത്രയാണ് വരുന്നത് അത്രയും സ്ഥാനം മാറ്റി ഡെസിമൽ പോയിന്റ് ആൻസറിലോ അത്രയും സ്ഥാനം മാറ്റി വേണം ഡെസിമൽ പോയിന്റ് ഇടാൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ദ പവേഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഒക്കെ പവർ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 1.1⁻³ അതായത് 1.1ന്റെ ക്യൂബ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 11ന്റെ ക്യൂബ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 11നെ 3 പ്രാവശ്യം ചെയ്യുന്നതിന് പകരം എത്രയാണോ ഉള്ളത് 11 × 11 എത്രയാണ്? 121 ആണ് നമ്മൾ പഠിച്ചു. ഇനി 121 × 11 എത്രയായിരിക്കും? എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? മറന്നുപോയോ? എങ്ങനെയാണ് 11ന്റെ ക്യൂബ് കണ്ടുപിടിക്കുക? 11നെ ഏതൊരു സംഖ്യ ഗുണിക്കണമെങ്കിലും ആദ്യം 1 അപ്പുറം ഇപ്പുറം ഉള്ളത് സെയിം തന്നെ ആയിരിക്കും. ഫസ്റ്റും ലാസ്റ്റും ഉള്ള നമ്പേഴ്സ് സെയിം തന്നെ ആയിരിക്കും. ഇടയ്ക്കുള്ള നമ്പർ കിട്ടാനായിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിയാം. 1 + 2 3 1 + 2 3 1331 ആണ് 11ന്റെ ക്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1.1ന്റെ ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്ക് പോയിന്റിന് ശേഷം എത്ര സംഖ്യയാണുള്ളത്? 3 സംഖ്യ വരും അല്ലെ. അപ്പോൾ 3 സ്ഥാനം മാറ്റി കുത്തിടുക. ആൻസർ എത്രയാണ്? 1.331 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 11നെ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റും ലാസ്റ്റും കിടക്കുന്ന നമ്പേഴ്സ് അതുപോലെ തന്നെ എഴുതുക. 11നെ 11 കൊണ്ട് തന്നെയല്ലേ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 1, ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 1 തന്നെ. ഓക്കെ, ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യുക. 1 + 1 എത്രയാണ്? 2. അതായിരിക്കും ഇടയ്ക്ക് വരുന്ന സംഖ്യ എന്ന് പറയുന്നത്. ഇനി അടുത്ത 121നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഫസ്റ്റും ലാസ്റ്റും ഉള്ള നമ്പർ ആദ്യം അവസാനവും എഴുതുക. അതിനുശേഷം ഇവിടെ ഈ 2 സംഖ്യ ആഡ് ചെയ്ത് 2 + 1 3 ഇവിടെ എഴുതുക. അതിനുശേഷം ഈ 2 സംഖ്യ 1 + 2 3 ഇവിടെ എഴുതുക. അപ്പോൾ ആൻസർ എത്രയാണ്? 1331 ആണ് 11ന്റെ ക്യൂബ് എന്ന് പറയുന്നത്. ആ 11ന്റെ ക്യൂബിനകത്ത് എത്ര സ്ഥാനം മാറ്റിയാണ്? ഇവിടെ നമുക്ക് കാണേണ്ടത് 1.1ന്റെ ക്യൂബാണ്. 1.1 എന്ന് പറയുമ്പോൾ പോയിന്റിന് ശേഷം ഒരു സംഖ്യയാണുള്ളത്. റേസ് ടു 3 ആയത് കാരണം 3 അതുപോലത്തെ സംഖ്യകൾ വരും. അപ്പോൾ ആ 3 സ്ഥാനം മാറ്റി വേണം നമ്മളിവിടെ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കാൻ. ഓക്കെ, നെക്സ്റ്റ് 0.02 റേസ് ടു 5. 0.02 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ആദ്യം തന്നെ 2 എണ്ണം വരുന്നു. അതുപോലെ 5 പ്രാവശ്യം 2 സംഖ്യകൾ വീതമുള്ള ഡെസിമൽ പോയിന്റ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 10 ഡെസിമൽ പോയിന്റ് മാറ്റി വേണം നമ്മൾ ആൻസറിൽ കറക്റ്റ് ചെയ്യാനായിട്ട്. ഇനി ഇവിടെ 0.2ന്റെ 2 റേസ് ടു 5 എത്രയാണ്? 2 × 2 × 2 × 2 × 2 2 4 5 പ്രാവശ്യം 2 എഴുതുക. അപ്പോൾ 2 × 2 എത്രയാണ്? 4. 4 × 2 8. 8 × 2 16. 16 × 2 32. അപ്പോൾ ആൻസർ കിട്ടുന്ന 32 ആണ്. പക്ഷെ നമ്മൾ 10 പ്ലേസിന് വേണം കറക്റ്റ് ചെയ്ത് ആൻസർ എഴുതാനായിട്ട്. അപ്പൊ 10 പ്ലേസിന് കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും? ഇവിടെ നമുക്ക് കിട്ടിയ 32 ആദ്യം എഴുതുക. ബാക്കി 8 സീറോയും കൂടി ഇട്ട് കൊടുക്കുക. 1 2 3 4 5 6 7 8. അപ്പോൾ ആൻസർ എത്രയാണ്? 0.0000000032. ഓക്കെ, ഇനി അടുത്ത 0.1 റേസ് ടു 6. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 0.1 × ഏതൊരു സംഖ്യയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം സംഖ്യ തന്നെ ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പോൾ 0.1 × 6 ടൈംസ് ഇത് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത്? 0.1 തന്നെ ആയിരിക്കും കിട്ടുക. പക്ഷെ എത്ര സ്ഥാനം ഡെസിമൽ പോയിന്റ് എത്ര എണ്ണം കറക്റ്റ് ചെയ്യണം നമുക്ക് ഇതിനകത്ത്? 0.1 റേസ് ടു 6 എന്ന് പറയുമ്പോൾ 6 0. ഓക്കെ, 6 0 ഇട്ട്, അതായത് 1 2 3 4 5 6 6 0 ഇടുകയല്ല, ലാസ്റ്റിലത്തെ ഒരു 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഓക്കെ, ആൻസർ എത്രയാണ്? 0.000001. ഓക്കെ, 1 ഇട്ടതിന് ശേഷം ആ പോയിന്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി എത്ര സ്ഥാനം മാറ്റി കുത്തിടണമെന്നാണ് പറഞ്ഞത്? 0.1 റേസ് ടു 6 ആണ്. അപ്പം 6 സ്ഥാനം മാറ്റി വേണം നമ്മൾ ഡെസിമൽ പോയിന്റ് കറക്റ്റ് ചെയ്യാനായിട്ട്. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി 1 എഴുതിയതിന് ശേഷം ബാക്കി 5 സീറോയും കൂടി ഇതിന്റെ ഫ്രണ്ടിലായിട്ട് കൊടുക്കുക. അപ്പൊ ആൻസർ എത്രയാണ്? 0.00001. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്കാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോവുകയും ചെയ്യും. ഓക്കെ, given that 16 cube equals 4096. Compute these powers. നമുക്ക് 16ന്റെ ക്യൂബ് തന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നമ്പേഴ്സ്, താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ പവേഴ്സ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്ന 1.6 ക്യൂബ്. ഓക്കെ, ഈ 16 തന്നെ ഇട്ടാണ് നമ്മൾ നേരത്തെ പവർ കണ്ടുപിടിക്കാനായിട്ട് ചെയ്തത്. ഓക്കെ, 1.6 ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഈ 4096 ആദ്യം എഴുതുക. 4096. പോയിന്റിന് ശേഷം ഇവിടെ 0.6 എന്ന് പറയുന്ന ഒരൊറ്റ സംഖ്യയെ വന്നിട്ടുള്ളൂ. റേസ് ടു 3 ആണ്. അപ്പോൾ എത്ര സ്ഥാനം മാറ്റി വേണം കുത്തിടാനായിട്ട്? പോയിന്റ് ഇടാൻ 1 2 3. 3 ആയത് കാരണം 3 ടൈം പ്ലേസ് മാറ്റി വേണം. കാരണം പോയിന്റിന് ശേഷം ഒരു സംഖ്യയേ ഉള്ളൂ. റേസ് ടു 3 ആണ്. ആ നമ്പറിനെ പോയിന്റിന് ശേഷം എത്ര സംഖ്യയുണ്ടോ അതിനെ ഈ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ പോയിന്റിന് ശേഷം ഒരു സംഖ്യയാണ്, അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ്? 1 × 3 3. ആ 3 ഇത് പ്ലേസ് മാറ്റി ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 4.096. അടുത്ത 0.16ന്റെ ക്യൂബ്. അതും ഇതുപോലെ തന്നെ 4096 എഴുതുക. ഇവിടെ പോയിന്റിന് ശേഷം 2 നമ്പർ ഉണ്ട്. 0.16. അപ്പൊ പോയിന്റിന് ശേഷം
2 നമ്പറാണുള്ളത്. അതിന് എത്ര കൊണ്ട് ഈ പവർ ആയിട്ടുള്ള 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 3 6 ആണ് വരുന്നത്. അപ്പോൾ 6 സ്ഥാനം മാറ്റി വേണം കുത്തിടാൻ. അപ്പോൾ 1 2 3 4. ഇനി 5ഉം 6ഉം എന്ത് കൊടുക്കണം? നമ്മൾ 0 കൊടുക്കണം. എന്നിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ എത്രയാണ്? 0.16ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 0.004096 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 0.016ന്റെ ക്യൂബ്. 0.016ന്റെ ക്യൂബും ഇതുപോലെ തന്നെ നമ്മൾ എത്ര എഴുതുക? 4096 എഴുതുക. ഇവിടെ എത്ര നമ്പർ ഉണ്ട്? പോയിന്റിന് ശേഷം 1 2 3. 0.016നകത്ത് എത്ര നമ്പേഴ്സ് ആണുള്ളത്? 3 നമ്പർ ഉണ്ട്. ആ 3നെ ഈ 3 കൊണ്ട് റേസ് ടു 3 എന്നുള്ള 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ്? 3 into 3 9 ആണ്. അപ്പൊ 9 പ്ലേസിനാണ് നമ്മളിത് കറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 9 സ്ഥാനത്തിന് കറക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇവിടെ 4 ഉള്ളൂ, ബാക്കി എത്ര സീറോയും കൂടി ഇട്ട് കൊടുക്കണം? 5 സീറോയും കൂടെ. 5 4 അല്ല 9 എന്ന് പറയുന്നത്. അപ്പോൾ ആ ബാക്കിയുള്ള 5 സീറോയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 0.00004096. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ഈ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഏതാണോ തന്നിരിക്കുന്നത് ഡെസിമൽ മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനകത്ത് എത്ര ഡെസിമൽ പോയിന്റ് വരുന്നുണ്ടോ അത്രയും ഡെസിമൽ പോയിന്റ് ആൻസറിലും കറക്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഡെസിമലിന്റെ പവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.